ശ്വാസം നിലയ്ക്കും വരെ അവനേൽപ്പിച്ച വേല ഞാൻ ചെയ്തിടുമേ. ഞാൻ മണ്ണോട് ചേരും വരെ എന്നുള്ള കർത്താവ് സന്തോഷിക്കും. എന്റെ യജമാനൻ വന്നിടുമ്പോൾ നല്ല സാക്ഷ്യങ്ങൾ പ്രാപിപ്പാൻ വാഞ്ചിക്കുന്നേ. എന്റെ യജമാനൻ വന്നിടുമ്പോൾ നല്ല സാക്ഷ്യങ്ങൾ പ്രാപിപ്പാൻ വാഞ്ചിക്കുന്നേ. അവനെന്റെ കർത്താവത്രേ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 1979 ലോകസമാധാനത്തിനുള്ള നോബൽ അവാർഡും 1980 ജനുവരി 21 ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന അവാർഡും നേടിയ മദർ തെരേസയോട് ചോദിച്ചു, സേവനത്തിനായി അമ്മയ്ക്ക് പ്രേരണ നൽകിയത് ഗാന്ധിജിയോ നെഹ്റുവോ ആരാണ്? മദറിൻ്റെ മറുപടി, ഇവരാരുമല്ല, പിന്നെയോ യേശു ക്രിസ്തു. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനം. ആരാണ് തൊഴിലാളി? ഓരോ വിശ്വാസിയും തൊഴിലാളിയാണ്. ഓരോ വിശ്വാസിയും ശുശ്രൂഷകനായി വിളിക്കപ്പെട്ടവനാണ്. ശുശ്രൂഷ ചെയ്യുന്നത് വിശ്വസ്തയോടുകൂടി ആയിരിക്കണം. അതിനു പകരം എങ്ങനെയും അവരുടെ കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ വന്നു ചേരണമെന്ന വിശ്വാസി പോലും ചിന്തിക്കുന്നത്. ഈ ഒരു ചിന്തയാണ് വർദ്ധിച്ചു വരുന്ന തൊഴിൽ പ്രശ്നങ്ങൾക്ക് കാരണം ആകുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടങ്ങളിൽ അവൻ്റെ മുഖമുദ്ര ജോലിയോടുള്ള വിശ്വസ്തതയാണ്. അധ്വാനത്തിലും വിശ്രമത്തിലും ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയിലും എല്ലാം വിശ്വസ്തത പാലിക്കണം. ദൈവവുമായുള്ള ഇഴമുറിയാത്ത ബന്ധത്തിൽ കൂടി മാത്രമേ വിശ്വസ്തരായിരിക്കാൻ കഴിയൂ. അധ്വാനത്തിൻ്റെ മഹത്വം കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. പൗലോസ് പറയുന്നത്, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. 1 തെസ്സലോനിക്കർ 2:9. പുന്തസ്സുകാരൻ അക്വിലാസിനോട് കൂടെ ചേർന്ന് പൗലോസ് കൂടാരപ്പണി ചെയ്തു എന്ന പ്രവൃത്തി 17:3 പറയുന്നത്. ഒരു തച്ചൻ്റെ മകനായി ജനിച്ചു വളർന്ന യേശുവിന് അധ്വാനത്തിൻ്റെ ശ്രേഷ്ഠത അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വേലയുമായി ബന്ധപ്പെടുത്തി സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമ യേശു പറഞ്ഞത്. മത്തായി 20:1-16 വരെ. പകലിൻ്റെ 11 മണി നേരത്തും, അതായത് വൈകിട്ട് 5 മണിക്കും അലസരായി നിൽക്കുന്നവരോട് ചോദിക്കുന്നത്, നിങ്ങളിവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത്? മത്തായി 20:6. പകൽ അവസാനിപ്പാൻ 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ എങ്കിലും അലസത തോട്ടമുടമസ്ഥന് ഇഷ്ടമല്ല. അതുകൊണ്ട് അവരോട് പറയുന്നത്, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ. മെനക്കെട്ട് നിൽക്കുന്നവരെ അന്വേഷിക്കുകയും കണ്ടുമുട്ടുന്നവരെ തോട്ടത്തിലെ വേലയ്ക്കായി അയക്കുകയും ചെയ്യുന്ന തോട്ടം ഉടമസ്ഥൻ. ഈ ഉപമയിൽ തോട്ടമുടമസ്ഥൻ പുലർച്ചെ മുതൽ തന്നെ വേലക്കാരെ അന്വേഷിക്കുന്നു. ഓരോ സമയത്തും കണ്ടെത്തുന്നവരെ തോട്ടത്തിൽ വേല ചെയ്യുവാൻ അയക്കുന്നു. സ്വർഗരാജ്യ അനുഭവം വേല ചെയ്യാതെ ഭക്ഷിക്കുന്നതല്ല. നാം എപ്പോഴും പ്രവർത്തന നിരതരായിരിക്കണം. എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിനെക്കുറിച്ച് ആ സുവിശേഷങ്ങളിൽ പറയുന്നത്. ഇവിടെ കർത്താവിൻ്റെ ശ്രദ്ധേയമായ ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കാം. എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. യോഹന്നാൻ 5:17. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിപ്പാൻ സാധിക്കാത്ത രാത്രി വരുന്നു. യോഹന്നാൻ 9:14. ആർക്കും പ്രവർത്തിപ്പാൻ സാധിക്കാത്ത സമയമുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന സമയം പൂർണ്ണമായി സ്വർഗരാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാൻ നാം തയ്യാറാകണം. കർത്താവിൻ്റെ വേലയിൽ അലസന്മാരെ ആവശ്യമില്ല. വേലയോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? വേല ചെയ്യുന്നവരിൽ 3 വിധത്തിലുള്ള മനോഭാവം ഉള്ളവരുണ്ട്. 1, കൂലിക്ക് വേണ്ടി മാത്രം വേല ചെയ്യുന്നവർ. ജോലി ചെയ്താലും ചെയ്യാതിരുന്നാലും എൻ്റെ കൂലി, എൻ്റെ ശമ്പളം കറക്റ്റായിട്ട് കിട്ടണം. ഈ വിധത്തിൽ ചിന്തിക്കുന്നവർ സമയത്തിന് ജോലിക്ക് എത്തില്ല. വന്നാൽ തന്നെ ഫയൽ തുറക്കില്ല. പത്രങ്ങൾ പലതും മാറി മറിച്ച് വായിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് സമയം നഷ്ടപ്പെടുത്തും. പിന്നെ ഫയലെടുക്കും. അപ്പോഴേക്കും ഭക്ഷണത്തിനുള്ള സമയമാകും. ഭക്ഷണം കഴിഞ്ഞ് ചെറുതായൊന്ന് മയങ്ങി കഴിഞ്ഞാണ് ഫയൽ തുറക്കുക. സമയം 5 മണി. ഫയൽ മാറ്റി വയ്ക്കും. ജോലി തീർന്നോ തീർത്തില്ലയോ എന്നൊന്നും നോക്കില്ല. കൃത്യമായി ശമ്പളം കിട്ടണം.
ഇന്ന് നമ്മിൽ പലരും ആത്മീക തലത്തിലും ഭൗതിക തലത്തിലും ഈ മനോഭാവത്തോടെയല്ലേ വേല ചെയ്യുന്നത്. 2, ചുമതല എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുന്നവർ. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ വേല ചെയ്ത് തീർക്കണമെന്നത് നല്ല ഉദ്ദേശം തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയെങ്കിലും ചുമതല നിർവഹിക്കണമെന്ന ചിന്തയേ ഉള്ളൂ. ജോലി ഉത്തരവാദിത്തോടുകൂടി നിർവഹിക്കണം എന്ന് ചിന്തിക്കില്ല. നന്നായി വേല പൂർത്തീകരിക്കണമെന്നല്ല, എങ്ങനെയെങ്കിലും വേല ചെയ്ത് തീർക്കണം. അതായത് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യില്ല. ഇന്ന് നാം ചെയ്യുന്ന വേലയിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായം തന്നെയാണ്. 1 തിമോഥെയോസ് 6:6. 3, വിശ്വസ്തയോടെ വേല ചെയ്യുന്നവർ. വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരെയാണ് കർത്താവിന് വേണ്ടത്. അല്പത്തിൽ വിശ്വസ്തരെയാണ് അധികത്തിന് വിചാരകരാക്കുന്നത്. മത്തായി 25:21 മുതൽ 23 വരെ. വിശ്വസ്തരായിരിക്കുന്നവരെയാണ് യഹോവയായ ദൈവം കാവൽ ചെയ്യുന്നത്. സങ്കീർത്തനം 31:23. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക് ജീവകിരീടം ലഭിക്കുന്നത്. വെളിപ്പാട് 2:10. ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവർ വേലയോടും വിശ്വസ്തരായിരിക്കും. കർത്താവേ, എന്നെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോട് പൂർത്തീകരിച്ച് അധികത്തിന് വിചാരകനാകുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. അവൻ താലന്ത് ഏൽപ്പിക്കുമ്പോൾ ഞാൻ വിശ്വാസമെന്നെന്നും കാത്തിടുമേ. തന്റെ സേവ